ജനമേ ജനമേ കേൾക്കുക ദൈവവചനം. ജനമേ ജനമേ കേൾക്കുക സുവിശേഷം. അറിയുക യേശുവിനെ, നിറയുക സ്നേഹത്താൽ. അറിയുക യേശുവിനെ, നിറയുക സ്നേഹത്താൽ. ജനമേ ജനമേ കേൾക്കുക ദൈവവചനം. ജനമേ ജനമേ അറിയുക യേശുവിനെ. ഹല്ലേലൂയ. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാവിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം കർത്താവേ, എളിയവരായി ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകൂടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം. കർത്താവേ, കൃപയും ദൈവവും സ്നേഹവും രക്തത്തിന്റെ ശുദ്ധിയും ഈ കാലാദേശത്തിൽ പടരുവാൻ ദൈവത്തിന്റെ ആത്മാ സഹായിച്ചതെന്ന് പറയുന്നു. ദൈവമില്ലാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കുക അടിയന് അവനെ അനുവദിക്കരുത്. താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ പ്രതീകമായ യേശു വൻ കാര്യങ്ങൾ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്ത്തി ഏൽപ്പിക്കാവേ. ആമേൻ. ഹല്ലേലൂയ. യേശു സകല ജഡത്തിന്റെയും ദൈവമാണ്. യിരെമ്യാവ് 32-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം നാം വായിച്ചു കേട്ടു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിൽ യേശുവായി വെളിപ്പെടുമ്പോൾ സർവ ജനങ്ങൾക്കും സന്തോഷം പകരുന്ന രക്ഷകനായ ക്രിസ്തുവിനെയാണ് പുതിയ നിയമത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ലോകം അതിന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ, നാശത്തിന്റെ അവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവവചനത്തിന്റെ പ്രസക്തി ഏറെയാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അങ്ങേയറ്റത്തെ തീവ്രബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊരു കോട്ടം സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു തറവാട്ടിൽ സഹോദരാദികളും മാതാവും പിതാവും മറ്റു ബന്ധുമിത്രാദികളും ഒന്നിച്ചുകൂടി താമസിക്കുന്ന ഒരു കാലഘട്ടം ഏറെക്കുറെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. നാം ഒരു സ്ഥലത്ത് പോയി തൊട്ടടുത്ത വീട്ടിലെ ആള് അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു, അദ്ദേഹം അറിയുമോ, അദ്ദേഹത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ അയൽക്കാരനായ വ്യക്തിക്ക് അവരുടെ ജോലിയോ അവരുടെ ഡീറ്റെയിൽസ് പോലും അറിയില്ല. പരസ്പര ബന്ധമില്ലാത്ത ഒരു പ്രത്യേക ജീവിതക്രമമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരും അനുവർത്തിച്ചു വരുന്നത്. ഹല്ലേലൂയ. കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ മക്കളെ പഠിപ്പിച്ച് വളർത്തി അവർ നല്ല ഉദ്യോഗവുമായി വിദേശങ്ങളിലായിരുന്നു. അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ അവരുണ്ടാക്കിയ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. അവരെ സംരക്ഷിക്കുവാൻ ഒരുപക്ഷെ മക്കൾ ഏർപ്പാട് ചെയ്യുന്ന ചില പ്രത്യേക രീതിയിലുള്ള ജോലിക്കാർ അവർ കൃത്യമായി വന്ന് ജോലി ചെയ്തു കൊടുക്കുന്നു, ശമ്പളം മേടിച്ചുകൊണ്ട് അവർ കടന്നു പോകുന്നു. ഇങ്ങനെ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടം. നിരവധി വൃദ്ധസദനങ്ങളിൽ അമ്മയപ്പന്മാര്, മക്കൾ പൊന്നോമന മക്കളെ പെറ്റുവളർത്തിയ ആ അമ്മയപ്പന്മാർ നിരവധി വൃദ്ധസദനങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. എന്നുവെച്ചാൽ വൃദ്ധസദനങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ വരികയും ഒത്തിരി വാർദ്ധക്യത്തിലുള്ള വ്യക്തികൾ അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. മലാഖി
പുസ്തകം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ അവസാന വാക്യങ്ങൾ വിളിച്ചു പറയുന്നു, ചൂള കത്തുന്ന പോലൊരു ദിവസം വരും. ഹല്ലേലൂയ. ലോകം അത് വിളിച്ചറിയിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ധനുച്ചൂരം ഭാഗത്തിന് അടുത്തായിട്ട്, ഏറെക്കുറെ അമരവിളക്ക് ധനുച്ചൂരത്തിന് ആ സ്ഥലത്തിനടുത്തായിട്ട് ഒരു മധ്യവയസ്സുള്ള ഏറെക്കുറെ ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരാൾ സ്കൂട്ടറിൽ വീണ് കിടക്കുന്നു. വേറൊരാള് തൊട്ടടുത്ത സ്കൂട്ടറുകാരൻ അതിനോട് ചേർന്ന് നിൽക്കുന്നു. എന്താണ് അപകടം എന്ന് അന്വേഷിച്ചപ്പോൾ മറ്റുള്ള ആക്ഷൻ കാണിക്കുന്നു, കുഴപ്പമില്ല, എണീറ്റ് വെക്കോളൂ. അതായത് മദ്യപിച്ച് അപകടം സംഭവിച്ചു കിടക്കുകയാണ്, മറ്റൊരാളുടെ സഹായമൊന്നും വേണ്ട, പുള്ളി എണീറ്റ് വെക്കോളൂ. പുള്ളി ആടിയാണ് വണ്ടി ഓടിച്ചു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശ നിവാസികളെ, ഇപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞത്. നാം ഇപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വലിയ ഭൂഷണമൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഉച്ചനേരത്ത് നല്ലൊരു സ്ഥലത്ത് കയറി അത്യാവശ്യം മിനുങ്ങി ആക്സിഡന്റുമായി ഒരു പ്രത്യേക അവസ്ഥയിൽ കിടക്കുന്ന അയാൾ മറ്റുള്ളവരുടെ സഹായം പോലും അതിന് വേണം. കാരണം അല്പം ഒരു ചെറിയ ചതവും മുറിവൊക്കെ സംഭവിച്ചു. വാഹനം എടുത്തു വെക്കാൻ ഒരാള് വരുമ്പോൾ അദ്ദേഹം തന്നെ ആ മണമടിച്ച് കിറങ്ങി പോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. മദ്യത്തിന്റെ ആസക്തിയാൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശ നിവാസികളെ, ഞാൻ ഈ പറയുമ്പോൾ തന്നെ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ മധ്യവയസ്സുള്ള ആൾക്കാർ മദ്യപിച്ച് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും അവർ വാഹനം ഓടിക്കുന്നത് ലക്കും ലകാനും ഇല്ലാതെയാണ്. പലപ്പോഴും ഈ വാഹനങ്ങൾ ഓടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇടിപ്പിക്കുന്ന പ്രവണതയാണ്. നമുക്ക് ലഭ്യമാകുന്ന പൈസയ്ക്ക് കള്ളുകുടിച്ച് വീട്ടുകാരെയും ചീത്ത വിളിച്ച് നാട്ടിൽ പോണവരെയും ചീത്ത വിളിച്ച്, ഹല്ലേലൂയ, സ്തോത്രം. എന്തിനെന്നേ? അപ്പോൾ അത്തരം ഒരു ദുശീലം ഇവരുടെ ജീവിതത്തിൽ കടന്നുകൂടി. ആ കടന്നുകൂടി ഇവർ അതിൽ സന്തോഷിച്ച് ഇവരുടെ സാമ്പത്തിക നന്മയെ ചോർത്തിക്കളഞ്ഞ് ഇവർ പ്രത്യേക അവസ്ഥയിലാവുകയും ഇവർ നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കാതെ, വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാതെ, ആരും പറഞ്ഞാൽ കേൾക്കാത്ത വ്യക്തിത്വങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇവരെ മാറ്റുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല, ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, ഇവരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അധ്യാപകർക്ക് സാധിക്കുന്നില്ല, നല്ല ഉപദേഷ്ടാമാർ സാധിക്കുന്നില്ല. ഇവരെ മാറ്റുവാൻ എന്റെ കർത്താവിന് മാത്രമേ കഴിയൂ. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇവരുടെ മനസ്സിനൊരു പരിവർത്തനം കൊടുക്കുവാൻ എന്റെ യേശുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയ്ക്ക് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശ നിവാസികളെ, ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ, ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ നമ്മെ വല്ലാണ്ട് കാർന്നു പിടിപ്പിക്കുന്ന ദുശീലങ്ങൾ, അവയെ മാറ്റുവാൻ മനുഷ്യൻ വളരെയധികം പ്രയത്നം ചെയ്യാറുണ്ട്. ചില ചെറുപ്പക്കാർ ഒരു ഫാഷൻ തുടങ്ങുന്ന പുകവലി, അതവന് ജീവിതത്തിൽ പിന്നെ മാറ്റാൻ കഴിയുന്നില്ല. ചെറുതായിട്ട് ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പിന്നെ അത് മാറ്റുവാൻ കഴിയുന്നില്ല. പാൻപരാഗ് പോലത്തെ വസ്തുക്കൾ തുടങ്ങി, പിന്നെ അത് കഞ്ചാവിലേക്ക് പോയി, പിന്നെ അത് വലിയ വലിയ അഡിക്സ് പോലത്തുള്ള വലിയ മാരകമായ മയക്കുമരുന്നിലേക്ക് അവർ നീങ്ങുകയാണ്. ഇവരുടെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥ. പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നത്, ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടണമേ. ഞാൻ ചോദിക്കട്ടെ, മദ്യപിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത ഒരു ചെറുപ്പക്കാരനെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഹൈന്ദവ വിശ്വാസികൾ ചിലപ്പോൾ തിങ്കളാഴ്ച തോറും ക്ഷേത്രങ്ങളിൽ പോയി വ്രതം നോക്കാറുണ്ട്. എന്തിനാണെന്ന് ഈ വ്രതം നോക്കുന്നത്? അവർക്ക് നല്ല ഒരു പുരുഷനെ കിട്ടുവാൻ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, മദ്യപിക്കാത്ത അല്ലെങ്കിൽ പുകവലിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഇന്ന് 10-30 വയസ്സാകുമ്പോൾ തന്നെ ഫാറ്റി ലിവറും
കരൾ സംബന്ധമായ രോഗങ്ങളും പിടിച്ച് ആസ്പത്രികളിൽ അഭയം പ്രാപിക്കുന്ന അനേക യുവാക്കളെ കാണാൻ കഴിയും. ഒരു ഗ്യാരണ്ടിയുമില്ല ജീവിതത്തിൽ. എത്രയോ പേരാണ് പ്രേമിച്ച് പ്രണയക്കുരുക്കിൽ വീണിട്ട് അവസാനം കല്യാണം കഴിഞ്ഞ് കയ്യിൽ ഒരു കുഞ്ഞുമായിട്ട് ഡൈവോഴ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ ഭദ്രത പോലും ഇല്ലാത്ത ജീവിതങ്ങൾ കെട്ടിപ്പടുത്തുയർന്ന ഒരു പ്രത്യേക സമൂഹം. മാതാപിതാക്കൾ ഒത്തിരി പൈസകൾ സമാഹരിച്ച് മക്കളെയും മക്കൾക്ക് കെട്ടിക്കൊടുത്ത് അവർ നല്ലവണ്ണം ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് മൂന്നിന്റെ അന്ന് എനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഡിവോഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ, അരാജകത്വം ഒരു വല്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയില്ല. നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാരക വിഷം ചേർന്നതാണ്. നാം കുടിക്കുന്ന വെള്ളം വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, എന്നാൽ നിങ്ങൾ വാ കഴുകുന്ന വെള്ളം, നിങ്ങൾ കൈ കഴുകുന്ന വെള്ളം, ആഹാരം കഴിച്ചതിനു ശേഷം നിങ്ങൾ വാ കുളിക്കാൻ വേണ്ടി എടുക്കപ്പെടുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി ആ ടാങ്ക് കഴുകിയിട്ട് കാക്ക തൂറിയതും കാക്കയും മറ്റു ജീവികളും കൊണ്ടുള്ള വേസ്റ്റ് ഭക്ഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ടാങ്കുകളാണ് പല ഹോട്ടലുകളുടെയും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പലതിനും ഒരു മൂടി പോലുമില്ല. നാം അറിയാതെ വാ കഴുകുന്ന ഈ വെള്ളം വായ്ക്കുള്ളിൽ കവിളിൽ ഇരിക്കും, അല്പമെങ്കിലും ഇരിക്കാതെ പോകത്തില്ലല്ലോ. ഇവയിലൂടെ വന്ന് എത്ര മാരക രോഗങ്ങളാണ് ഓരോരുത്തർക്കും പിടിപെടുന്നത്. ഇന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ, അതും നെയ്യാറ്റിൻകര ഭാഗത്താണ് കോളറ കൂടുതലായി കാണപ്പെടുന്നത്. അശേഷം ബഹിഷ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത ഒരു അസുഖമാണ് കോളറ. എന്നിട്ടും എന്തുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തിന്റെ ഈ തെക്കേ അറ്റത്ത് വിദ്യാസമ്പന്നർ നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കോളറ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു? ശ്രദ്ധിക്കണമേ, നിങ്ങൾ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ ചൂടുവെള്ളം ചോദിക്കുമ്പോൾ തിളച്ച വെള്ളത്തിന്റെ കൂടെ പച്ചവെള്ളം ഒഴിച്ചു കൊണ്ടുവരുന്ന സപ്ലയറെ ആയിരിക്കും നിങ്ങൾ കാണാൻ കഴിയുന്നത്. ഈ വെള്ളം കുടിക്കുന്ന വ്യക്തിക്ക്, സ്ഥിരമായി കുടിക്കുന്ന വ്യക്തിക്ക് നെഞ്ചരിപ്പിൽ തുടങ്ങി പിന്നെ ഹാർട്ട് അറ്റാക്ക് വരെ വരും. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മറക്കരുത്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്ത് എളുപ്പത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സപ്ലയർ അന്നുള്ള ആഹാരം തീരാതെ വരുമ്പോൾ അതിനെ മാറ്റിയിട്ട് പിറ്റേ ദിവസം അത് അരച്ച് വടക്കും മറ്റു കാര്യത്തിനും ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥ. ആഹാര സാധനങ്ങൾ മൂടി വെക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഹോട്ടൽ ഉടമകൾ. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, പണത്തിന് വേണ്ടി മനുഷ്യനൊരു നെട്ടോട്ടം ഓടുകയാണ്. മായം, പാലിൽ മായം, തൈരിൽ മായം, വെള്ളത്തിൽ മായം, ഹല്ലേലൂയ, ഇങ്ങനെ സർവ വസ്തുക്കളിലും മായം. ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ മനുഷ്യരൊന്ന് പച്ചപിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് ചെയ്യപ്പെടുന്ന ദോഷങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. ഇവിടെ ആരെയാണ് നാം വിശ്വസിക്കുക? നാം വോട്ടിട്ട് കൊടുക്കുന്ന ഭരണകൂടത്തെയാണ്, അതോ നമുക്ക് ഉറപ്പ് തരുന്ന മറ്റു വ്യക്തികളെയാണ്? ഹല്ലേലൂയ. പെറ്റമ്മയ്ക്ക് സ്വന്തം മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് അച്ഛനമ്മയോട് സ്നേഹമില്ല, സഹോദരന് സഹോദരിയോട് സ്നേഹമില്ല. ഒരു വല്ലാത്ത കാലഘട്ടം. കോളേജിൽ പഠിക്കുന്ന പിള്ളേരുള്ള അമ്മമാരാണ് ഇന്ന് കാമുകന്മാരോടൊപ്പം ഒളിച്ചോടുന്നത്. ഇതൊരു ദയനീയ സ്ഥിതിയല്ലേ?
കേരളത്തിന്റെ സംസ്കാരം അധപ്പതിച്ചിരിക്കുന്നു. പേക്കൂത്ത് കിടത്തുന്ന ഒരു പ്രത്യേക അവസ്ഥകളിലൂടെ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. എന്നെ കേൾക്കുന്ന കലായി പ്രദേശത്തെ, അമ്പയത്തിൻകല പ്രദേശത്തെ, നാറാണി പ്രദേശത്തെ പ്രിയപ്പെട്ട ജനമേ, കേൾക്കുക ദൈവവചനം, കേൾക്കുക സുവിശേഷം. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തോട് അടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര കരഞ്ഞിട്ടും ഫലമില്ലയോ? എത്ര അമ്പലങ്ങളും പള്ളികളും മാറി മാറിപ്പോയി പ്രാർത്ഥിച്ചിട്ടും നിനക്കൊരു ഉന്നമന ഇല്ലയോ? നിന്റെ വിദ്യാഭ്യാസത്തിൽ ഒരു വച്ചുപിടിക്കുവാൻ, നിനക്കൊരു ഉപജീവന മാർഗം ലഭ്യമാകുവാൻ കഴിയുന്നില്ലയോ? നീ നിരാശപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിയപ്പെടുകയാണോ? നിനക്കൊരു നല്ല കല്യാണം കഴിക്കുവാൻ കഴിയുന്നില്ലയോ? ഇത്തരം മാനസികാവസ്ഥകളിൽ കൂടപ്പെടുന്ന വ്യക്തിയാണോ? അസുഖബാധിതനായി ആസ്പത്രികൾ തോറും അലയപ്പെടുന്ന വ്യക്തിയാണോ? നിന്നെ സഹായിക്കാൻ ഡോക്ടർക്ക് കഴിയുന്നില്ല, നിന്നെ സഹായിക്കാൻ ബന്ധുമിത്രാദികൾ കഴിയുന്നില്ല എന്നാണോ? തകർന്നുപോയ ഒരു കുടുംബജീവിതത്തിന്റെ ഉടമയാണോ നീ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ഇത്തരത്തിൽ ഏതെങ്കിലും മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ രാത്രിയുടെ യാമത്തിൽ നീ ഒന്ന് ദൈവത്തോട് സംസാരിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ട്രയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവിപൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ജനമേ, ഒരു 55-60 വയസ്സായി കഴിഞ്ഞാൽ നിന്റെ മക്കളോ മരുമക്കളോ നിന്നെ നോക്കത്തില്ല. ജീവിതത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നീ ആരുമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വരുന്നു. പെറ്റ് വളർത്തി പഠിപ്പിച്ചു, അവരെ ഒരു നിലയിലാക്കി, അവരെ കെട്ടിച്ചു വിട്ടു, അവർക്ക് കുടുംബമൊക്കെ ആയി, അവർക്ക് പേരക്കുട്ടികൾക്കുമായി. പക്ഷേ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന നിനക്ക് പച്ച വെള്ളം തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരുമില്ല. ഹല്ലേലൂയ. നീ തന്നെ ചിന്തിക്കും, അയ്യോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ മക്കളെ വളർത്തിയത്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ മക്കളെ പഠിപ്പിച്ചത്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവർക്ക് വിവാഹം ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ വയസ്സുകാലത്ത് എന്നെ ഒന്ന് നോക്കാൻ, എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു തരാൻ ആരുമില്ലയോ ദൈവമേ എന്ന് നീ നിലവിളിക്കുന്ന ഒരു നിമിഷം. ഇത് മനുഷ്യ ജീവിതമാണ്. പ്രവചനങ്ങൾക്ക് അതീതമാണ് മനുഷ്യ ജീവിതം. ഹല്ലേലൂയ. ഇവിടെ നിനക്ക് ദൈവത്തിന്റെ സഹായമുണ്ടെങ്കിൽ, കർത്താവിന്റെ കരുണ ഉണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ യാചനയ്ക്ക് ഒരു ഉത്തരം കിട്ടും.